അപ്പൊ ഈ 100 മൃതദേഹങ്ങൾ ഒരു ശുചീകരണ തൊഴിലാളി ഒറ്റയ്ക്ക് മമ്മട്ടിയും പിക്കാസ് ഉപയോഗിച്ച് അവിടെ കുഴിച്ചിട്ടു എന്ന് പറയുന്നത് അങ്ങ് കുറച്ച് നേരത്തെ പറഞ്ഞു സാമാന്യ യുക്തിക്ക് നിരക്കുന്നത് പറയണമെന്ന്. അതൊക്കെ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതായതുകൊണ്ടാണോ അങ്ങോട്ട് വണ്ടി വിളിച്ചവിടെ പോയത്? ഓക്കെ, അത് ഞാൻ പറയാം. ആരാണ് സാറോട് പറഞ്ഞത് അയാൾ ഒറ്റക്കാണ് അതൊക്കെ ചെയ്തത് എന്നുള്ളത്? അപ്പൊ കുഴിച്ചിട്ട ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അപ്പൊ കുഴിച്ചിട്ട ബാക്കിയുള്ളവരോട് പോയി? ശവം പോയതിന്റെ കൂട്ടത്തിൽ പോയോ? അവിടെ ഉണ്ട്. ശവം പോയതിന്റെ കൂട്ടത്തിൽ പോയോ? അവിടെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ ഉണ്ടോ? എന്നാ പിന്നെ അവരെ കൂടി പുറത്തോട്ട് കൊണ്ടുവരുമല്ലോ. നമുക്ക് കുറച്ച് ആൾക്കാരെയും കൂടി കാണാമല്ലോ. ജയിലിൽ പോകുമ്പോൾ ഒരു കൂട്ടത്തോടെ പോകാമല്ലോ. ഇമാതിരി വൃത്തികളൊക്കെ പറഞ്ഞു വരുന്നത് ഒറ്റയ്ക്ക് പോകണ്ടല്ലോ, കൂട്ടത്തോടെ പോകാമല്ലോ. ഈ വിഷയത്തിൽ അവിടെ കുഴിച്ചിട്ട ആൾക്കാരെ എത്ര ആളെ വേണം? അതുപോലെ തന്നെ അപ്പൊ അതിന്റെ സപ്ലൈ ഉണ്ടോ? അതിന്റെ സപ്ലൈ ഉണ്ടോ? ബംഗാളികളാണോ അതോ? അത് മനസ്സിലായി, അതിന്റെ സപ്ലൈ ഉണ്ടെന്ന് മനസ്സിലായി. ഇതൊക്കെ എങ്ങനെ വാടകയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണോ അതോ ചാനലുകാർ വരുമ്പോ അവർക്ക് വാടകയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണോ അതോ മാസത്തിനാ കൂലി? ആയിരിക്കും, അത് തോന്നി മാസത്തിനാ കൂലി. നന്നായി 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 നന്നായി. ചോദ്യത്തിലേക്ക് വരൂ മനാഫിന്റെ താല്പര്യം മനാഫെ ആള് വേറെയാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കൂടുതൽ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. തന്നെ പോലത്തെ കുറച്ച് നന്മപരങ്ങള് ഉയർന്നു വന്നിട്ട് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫ്രോഡ് പണികളുടെ ഏറ്റവും അവസാനത്തെ കണ്ണിയാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേ കൂട്ടത്തോടെ ജയിലിൽ പോകുമ്പോ ഫ്രണ്ടിൽ നിന്ന് പോകുമ്പോ കോടതി തൂക്കിയിട്ടങ്ങ് പോയാൽ മതി. ഇത് ആള് വേറെയാണ്, അല്ലെങ്കിൽ തലയിലൊരു തുണി ഇട്ടിട്ട് പോയാൽ മതി കേട്ടോ. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഞാൻ വേറെ ആളാണെന്ന് പറഞ്ഞ് തലയിലൊരു തുണി ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി കേട്ടോ. വെളിവില്ലാത്ത കുറെ ആരോപണങ്ങളായിട്ട് മുമ്പോട്ട് വരുമ്പോ നിങ്ങളെയൊക്കെ ആരാ ഫണ്ട് നടക്കുന്നുള്ളതിനെ കുറിച്ചിട്ട് നാട്ടുകാർക്ക് നല്ല ധാരണ കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങളെയൊക്കെ ആരാ ഫണ്ട് നടക്കുന്നുള്ളതിനെ കുറിച്ചിട്ട് നാട്ടുകാർക്കൊക്കെ നല്ല ധാരണ കിട്ടുന്നുണ്ട് കേട്ടോ. കൂടുതൽ വലിയ നന്മപരമൊന്നും ചമയണ്ട, കൂടുതൽ വലിയ നന്മപരമൊന്നും ചമയണ്ട. അയ്യോ നാട്ടിൽ ഒരു പ്രശ്നം നടന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവിടുന്ന് വണ്ടിയും വിളിച്ച് അവിടെ പോയിട്ട് ഞാനും 3-4 ബാക്കിയുള്ളവരും കൂടി ചേർന്നുകൊണ്ട് വലിയ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇറങ്ങി. എന്നിട്ട് എന്താ കണ്ടുപിടിച്ചേ?